ഉള്ളവർ കൃത്യമായ രീതിയിൽ ആരുടെയൊക്കെ ഫോൺ നമ്പറാണോ പോയിരിക്കുന്നത് ആ സ്ത്രീകളെല്ലാവരും ഇവർക്കെതിരെ മാസികമായിട്ട് കംപ്ലൈൻറ്റ് കൊടുക്കണമെന്ന് എനിക്ക് പറയാനുള്ളത്. OCIG ആണെങ്കിൽ ഇന്ത്യൻ എംബസിയിൽ പരാതി നൽകാം. ഓസ്ട്രേലിയയിൽ ഇരുന്നുകൊണ്ട് ഇവർക്കെതിരെ ഇന്ത്യൻ എംബസിയിൽ പരാതി കൊടുത്തു കഴിഞ്ഞാൽ അത് ഓൾറെഡി നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെന്റിന് ഫോർവേഡ് ആയി വരും. കൃത്യമായ നടപടി എടുക്കേണ്ട സാഹചര്യം വരും. കാരണം ഒരു ഓസ്ട്രേലിയൻ സിറ്റിസന്റെ ഫോൺ നമ്പറാണ് അവരുടെ അനുവാദമില്ലാതെ ഒരാൾക്ക് കൊടുത്തിരിക്കുന്നത്, അതും ഒരു സ്ത്രീയുടെ. അതേപോലെ തന്നെ റസീന ചേച്ചിക്ക് കേസ് കൊടുക്കാം. റസീന ചേച്ചിക്ക് കേസ് കൊടുത്താലും ആ കേസ് കൊടുക്കും. അലക്കുന്ന ഒരു രസം വെച്ച്, പക്ഷെ അലക്കുന്ന കൂട്ടത്തിൽ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ പണിയും കൂടി കൊടുക്കണം. ഇന്ത്യൻ എംബസിയിൽ കേസ് പോയി കഴിഞ്ഞാൽ ഒരു കാര്യം കൂടി ഉണ്ട്, ഇവർക്ക് പാസ്പോർട്ട് ഉള്ളതല്ലേ, ആ പാസ്പോർട്ട് ചിലപ്പം പണി കിട്ടാൻ ചാൻസ് ഉണ്ട്. കാരണം ഈ ചാനലിൻ്റെ ഉടമ ആരാണോ അവൻ്റെ പാസ്പോർട്ടിന് പണി കിട്ടും. അതേ കണക്ക് തന്നെ ഈ വീഡിയോ ചെയ്ത ആളുടെ പാസ്പോർട്ടിനിട്ട് പണി കിട്ടും. അതും നമുക്കൊന്ന് പരീക്ഷിച്ച് നോക്കിയാലോ. കേരളത്തിൽ നിന്ന് എങ്ങും പോകാൻ മേലാത്ത അവസ്ഥ, ആ പാസ്പോർട്ടും കൊണ്ട് എങ്ങും പോകാൻ മേലാത്ത ഒരു അവസ്ഥ ഉണ്ടാക്കി കൊടുക്കാം. അതുകൊണ്ടാണ് പറഞ്ഞത്, OCIG ഒരു പരാതി ഇന്ത്യൻ എംബസിക്ക് കൊടുക്കുകയാണെങ്കിൽ കൃത്യമായ രീതിയിൽ നടപടി ഉണ്ടാവും ഇന്നത്തെ സാഹചര്യത്തിൽ. കാരണം ഓസ്ട്രേലിയ എന്ന് പറയുന്നത് ഇന്ത്യയുമായിട്ട് ഏറ്റവും സൗഹൃദമുള്ള ഒരു രാജ്യമാണ്. അതുകൊണ്ട് തന്നെ അവിടുന്ന് കൊടുക്കുന്ന പരാതിക്ക് കൃത്യമായ രീതിയിൽ വിദേശകാര്യ മന്ത്രാലയത്തിൽ എത്തുകയും അത് കൃത്യമായ രീതിയിൽ നടപടി ഉണ്ടാവുകയും ചെയ്യും.